കൊല്ലം ജില്ലയുടെ സമുദ്ര തീരങ്ങളിൽ ദുരൂഹമായ ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിൽ ഒരു കപ്പൽ മറിയുകയുണ്ടായി. ആ കപ്പലും കണ്ടെയ്നറും ഇതുവരെ പൂർണ്ണമായിട്ടും പുറത്തെടുത്തിട്ടില്ല. ആ സമയത്ത് തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ സമുദ്രത്തിൻ്റെ ഈ തീരങ്ങൾ, കൊല്ലം തീരപ്രദേശങ്ങളും തിരുവനന്തപുരം തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളും അതിൽ കൊണ്ടുപോയ സാധനങ്ങളുമൊക്കെ ഈ കരയ്ക്കടിയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. നിരന്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും മറന്നമട്ടാണ്. കപ്പലെടുക്കാൻ വേണ്ടി അതിനു വേണ്ടുന്ന വിദേശത്തുനിന്നും ഒക്കെ ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. കപ്പൽ ഉയർത്തും, ആ കണ്ടെയ്നർ എല്ലാം തന്നെ പുറത്തെത്തിക്കും, ആ കടലിൽ ഇടത്തില്ല എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ സ്ഥിരം കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിലെ തിരുമുല്ലാവാരം പ്രദേശത്ത് നിരവധി ഒരു 10-15ഓളം വരുന്ന തൊഴിലാളികൾ ചേർന്ന് ഈ മണലിൽ നിന്ന് പഞ്ചസാരയും ഉപ്പും ഒക്കെ ശേഖരിക്കുന്നത് പോലെ അതിലൊരു കെമിക്കൽ, ബില്ലറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ശേഖരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ ഉണ്ടായി. ആ കാഴ്ച കണ്ട് അവരോട് ചോദിച്ചു, ഇത് എന്താണ്, ഇത് നിങ്ങൾ ഏത് കമ്പനിയുടെ ആളാണ്, എന്താണ്, ആരാണ് നിങ്ങൾ നിയോഗിച്ചിരിക്കുന്നത്, എത്ര നാളുകൊണ്ട് ഈ വർക്ക് നടക്കുന്നുണ്ട്, ഇനി എങ്ങനെ ഒരു വർക്ക് നടക്കും എന്നൊക്കെ പറയുമ്പോൾ അവർ നമ്മളോട് പ്രതികരിക്കാതെ അവരെ ഓഫീസർമാരുടെ നമ്പർ നമുക്ക് തരികയുണ്ടായി. ആ നമ്പർ പ്രകാരം ആ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഞാൻ വിളിച്ചു. പക്ഷേ അവരെല്ലാം തന്നെ ഒരു പൂർണ്ണവും വ്യക്തവുമായ മറുപടി തരാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അവർ പറയുന്നു, ഞങ്ങൾക്ക് ഇത് വെളിപ്പെടുത്താൻ പറ്റില്ല, ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. എന്താണ് കൊല്ലം ജില്ലയിൽ, കേരള സംസ്ഥാനത്ത് കൊല്ലം ജില്ലയിലെ തീരങ്ങളിൽ നടക്കുന്ന ഒരു പ്രവർത്തനം, ഒരു തൊഴിലാളി പ്രവർത്തനം അവരെടുത്ത് അരിച്ചെടുക്കുന്നു. നിരവധി യുവാക്കളുണ്ടെങ്കിൽ പലരും അത് ജോലി ചെയ്യുന്നുണ്ട്, മാറി നിൽക്കുന്നുണ്ട്. സുതാര്യമായ ഒരു പ്രവർത്തനമായിട്ടല്ല തോന്നുന്നത്. പറക്കുന്നതാണ് എന്തോന്നും നമുക്കറിയത്തില്ല. ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞ അവര് എന്തോ പറയുന്നത് കപ്പലിൽ ഏതാണ്ട് എടുക്കാനായിട്ട് എന്തുവാണെന്നൊന്നും അറിയാൻ വയ്യ. അവർ പറഞ്ഞിട്ടില്ല. അല്ല, നമ്മൾ അവരെ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയാൻ താല്പര്യമില്ല, അത് പറയത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. അല്ല, ഞാൻ അയാളുടെ ചോദിച്ചപ്പോഴേ അയാള് പറയാ, ഇത് ഞങ്ങള് എന്തോ പിന്നെ ഇത് എന്തോ പണിയായിട്ട് ബന്ധപ്പെട്ട വലിയ ഹൈവേ വരുന്നില്ലേ, അതുമായിട്ട് എന്തോ ബന്ധപ്പെട്ട് വന്നു. ഹൈവേയുടെ അളവെടുക്കാനോ അതിന്റെ കാര്യം. എന്നാൽ അവർ ചെയ്യുന്നത് വേറെ കാര്യങ്ങളാണ്. അവർ വേറെ എന്തോ നുള്ളി പറക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് അറിയുന്നത് കപ്പലിന്റെ അതിന്റെ പറക്കുന്ന ചോദിച്ചത്. ഇങ്ങനെ വന്ന് നുള്ളി പറക്കൊണ്ട് പോകുന്ന കാണാറുണ്ടോ? പറക്കൊണ്ട് പോകുന്ന ഞാനും കണ്ടിട്ടുണ്ട്. ആദ്യം ഇവിടെ കപ്പൽ മുങ്ങിയതിന്റെ 2-3 ദിവസത്തേക്ക് ഇവിടെ ചാക്കിനകത്തൊക്കെ കൊണ്ട് കെട്ടിയിട്ടേക്കുന്നുണ്ട്. ഈ വാരിയെടുത്തത്. അത് പിന്നെ ലോറി വന്ന് കയറ്റിക്കൊണ്ട് പോയത്. അല്ല, ഇവര് പറഞ്ഞ ഇത് വെളിപ്പെടുത്താൻ പറ്റത്തില്ല, എന്താണെന്ന് അവർക്കുള്ള ജോലിയുടെ കാര്യം പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഈ ജനങ്ങളെ പറ്റിക്കില്ല. അതിന്റെ എന്തോന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ കടത്തീരത്ത് വന്ന് ഇങ്ങനെ പറക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്തുവാണെന്നൊന്നും അവർ പറയത്തില്ല. നമ്മൾ ചോദിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം പിന്നെ അവരിങ്ങനെ വരും, കുറച്ച് ആൾക്കാർ വരും, അവർ വണ്ടിക്കകത്ത് വരും, എല്ലാം പറക്കിക്കൊണ്ട് പോയി അടിക്കുകയൊക്കെ ചെയ്യുന്നു. ചിലപ്പോൾ അരിപ്പ് ചരിച്ചൊക്കെ കൊണ്ടുപോകും. എന്നുവെച്ചാൽ പഞ്ചസാരയും ഉപ്പും ഒക്കെ മണലിൽ നിന്ന് നുള്ളിപ്പറക്കുന്നതൊക്കെ നുള്ളിപ്പറക്കുന്നത്. വേറെ മിഷനറീസ് ഒന്നുമില്ല, കൈകൊണ്ട് നുള്ളിപ്പറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഉദ്യോഗസ്ഥരെടുത്ത് ചോദിക്കുമ്പോൾ ഒന്നും നമ്മുടെ പറയുന്നില്ല. ഒരു ദുരൂഹതയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ഉള്ളു, അല്ലാതൊന്നുമില്ല. മിക്കവാറും ദിവസങ്ങളിൽ വരും അവർ വണ്ടിക്കകത്ത്. ഞാനും ഇത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അവരടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ കപ്പലിൽ നിന്ന് പോയ സാധനമാണ്, ഇതിന്റെ എന്തോ ഒരു കെമിക്കൽ ഉണ്ട് ഇതിനകത്ത്, അത് കാണുന്നതിന്, അത് നോക്കുന്നതിന് വേണ്ടി, അത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അല്ല, ഈ കെമിക്കൽ മനുഷ്യന് വല്ല ഉപദ്രവം ഉണ്ടാവുന്നതാണോന്ന് വല്ലതും പറഞ്ഞു? എന്നൊന്നും ചോദിച്ചില്ല, അതുകൊണ്ട് അവർ പറഞ്ഞതുമില്ല. ചോദിച്ച 1-2. അല്ല, നമ്മളിത് പല ഓഫീസർമാർ അവരോട് ബന്ധപ്പെട്ടപ്പോൾ അവരാരും നമ്മളോട് മറുപടി പറയുന്നില്ല. അവരെല്ലാം ഒളിച്ച് കളിക്കുന്ന കണക്കൊരു ദുരൂഹതയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇങ്ങനെ ഇപ്പൊ പലരും പറയുന്ന കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അത് ദുരൂഹതയായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അല്ല, ഈ സർക്കാരിനെങ്കിലും വെളിപ്പെടുത്തിവിടെ ഇതിനാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് സർക്കാരിന് എന്തെങ്കിലും ഒക്കെ ചെയ്യാം. ഇപ്പൊ മുഖ്യമന്ത്രിക്കോ അതാ ഇതിനാണെങ്കിൽ തീരത്ത് കപ്പൽ കടലിൽ കിടക്കുക, കണ്ടെയ്നർ കടലിൽ കിടക്കുക, ഇതിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ, അതിൽ ഒഴുകി വന്ന കെമിക്കൽ എടുക്കുന്നുണ്ടെന്ന് പറയാമല്ലോ. അതെ, ജനങ്ങളോടൊരു ഉത്തരവാദിത്തമില്ലേ? ഉണ്ട്, അത് അവർ വെളിപ്പെടുത്തുന്നില്ലല്ലോ. മുഖ്യധാര മാധ്യമങ്ങൾ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല. രഹസ്യമായിട്ട് വരുന്നു, കുറേ പേര് വരുന്നു, വന്ന് അരിക്കുന്നു, ഇത് മണൽ പോലെ അല്ലെങ്കിൽ പഞ്ചസാര പോലുള്ള സാധനങ്ങൾ പറക്കിയെടുക്കുന്നു, പോകുന്നു. ഇതിനെക്കുറിച്ച് ആരും ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിച്ചിട്ടുമില്ല, എന്താണെന്ന് അറിയുന്നുമില്ല. അല്ല, നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ഞാനിന്ന് ചോദിച്ചപ്പോൾ അവർ നമുക്ക് ഒരു ഉത്തരം തരാതെ ഒളിഞ്ഞു മാറുകയാണോ ഉണ്ടായത്? അതിലുണ്ടെങ്കിൽ എന്തെങ്കിലും രഹസ്യം അതിനകത്ത് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർ ഒളിഞ്ഞു മാറുന്നത്. നമ്മൾ നടക്കാതെ എന്നിട്ട് മണ്ണെടുത്തിട്ട് അരിച്ച് അതിൽ നിന്ന് കുറച്ച് ആളുകളുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ വരുന്നതാണ്. വണ്ടിക്കകത്ത് വരും അവർ, ചട്ടിയും മമ്മട്ടിയൊക്കെ ആയിട്ട് അവർ വരുന്നില്ല. എന്തോ കാര്യം അറിയാൻ വയ്യ.
ഇതിന് സംഭവം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ജോലി ചെയ്യുന്നവരടുത്ത് ചോദിച്ചപ്പോൾ എത്ര നാൾ കൊണ്ട് ചെയ്യുന്നു, ഇത് എന്ന് അവസാനിക്കുമെന്ന് വ്യക്തമായ ഒരു മറുപടിയും തരാതെ, അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ചോദിക്കുമ്പോൾ അവരും വ്യക്തമായ മറുപടി തരാതെയാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. എന്തായാലും കൊല്ലം തീരങ്ങളിൽ മാസങ്ങളോളമാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഇവർ ചെറിയ തരിയെടുത്ത് എടുത്ത് ചാക്കിൽ കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ ഈ സമീപ പ്രദേശത്തുള്ള ജനങ്ങൾ അവരെ കാണുകയും ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലരിടത്തും പല കാര്യങ്ങളാണ് പറയുന്നത്. ഇത് വിഷാംശമുള്ളതാണ്, ജനങ്ങൾക്ക് ഉപദ്രവമുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾ ശേഖരിക്കുന്നു. മറ്റു ചിലർ പറയുന്നു ഇത് തീരദേശ ഹൈവേ വരുന്നതിൻ്റെ പ്രവർത്തനമായിട്ട് വന്നതാണ്. അങ്ങനെയൊക്കെയാണ് ജനങ്ങൾ പലരും പൊതുപ്രവർത്തകരായിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരോ ഇവരോട് ചോദിക്കുമ്പോൾ അവരടുത്തെല്ലാം പലരും പല ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. എന്തായാലും സത്യാവസ്ഥയും നിജസ്ഥിതിയൊക്കെ സർക്കാരിനോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടവർക്കോ അറിയാം. അവർ വെളിപ്പെടുത്തണം ഇത് ഇന്ന പ്രവർത്തനമാണ്, ഇത് ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് അറിയാനുള്ള അവകാശം ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ അതിനുള്ള പ്രവർത്തനം എന്താണ് നടക്കുന്നത് എന്നുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഒരു അറിയിപ്പുണ്ടാവണം. ആ അറിയിപ്പിൽ കൂടി മാത്രമേ ജനങ്ങൾക്ക് അറിയാൻ പറ്റൂ. ഇത് ദുരൂഹമായിട്ടും രഹസ്യമായിട്ടുമുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ത് തന്നെയായാലും ആരായാലും അത് സർക്കാരിൻ്റെ അറിവോടാണോ അതോ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്താണ് അവർ ഈ നടത്തുന്ന പ്രവർത്തനം എന്നുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളെ അറിയിപ്പിക്കേണ്ട ബാധ്യത നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട്. നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് അതിന് അവകാശമുണ്ട് അറിയാനുള്ളത്. തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കണം, അറിയിപ്പിക്കണം. എന്താണ് തീരപ്രദേശങ്ങളിൽ നിന്ന് ഈ വാരി കൊണ്ടുപോകുന്ന എന്താ കാര്യമാണ്, എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളെ അറിയിപ്പിക്കുക. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.